ഒരുപക്ഷെ ആ ഒരു 4 സ്റ്റാഫിൽ നിന്ന് ഇന്ന് 120 എംപ്ലോയീസിലേക്ക് മാറ്റുവാൻ സാറ് ചെയ്ത കഠിനാധ്വാനം എത്രത്തോളം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഈ 5 വർഷം എയർപോർട്ടിൽ ജോലി എന്ന് പറഞ്ഞല്ലോ, 24 hours ഞാൻ ജോലി ചെയ്തിരുന്നത് അന്ന്. കാരണം ഓഫീസിൽ ജോലി ചെയ്യണം, രാത്രിയാണ് ഫ്ലൈറ്റ്, എയർപോർട്ടിൽ പോകണം. വളരെ കുറച്ച് സമയം നമുക്ക് ഉറങ്ങാനും മറ്റുള്ള ഇതിന് കിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഹാർഡ് വർക്ക്, ഇപ്പം ഞാൻ എൻ്റെ സ്റ്റാഫിനെ മുഴുവൻ മീറ്റിങ്ങിൽ പറയുന്നൊരു കാര്യമാണത്. നമ്മൾ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നാളെ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. എനിക്ക് 100% ഉറപ്പാണ്. അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കാണ് ഇന്ന് എൻ്റെ ഈ പൊസിഷൻ എന്നുള്ളത് 100% എനിക്കറിയാം. ശരിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സാറിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്കറിയാം. കാരണം പത്രമാധ്യമങ്ങളിൽ വളരെയധികം പ്രശംസ പിടിച്ചു പറ്റിയൊരു വിഷയം, അത് ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയൊരു വേദന, അവന് വേറൊരു ആശ്വാസമില്ല, സാറിൻ്റെ ഇതിലേക്ക് ഒരു കോൾ വരുന്നു എന്നുള്ളതാണ്. ആ കോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു 2ാം ജന്മമായി മാറുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ ഒരു ജീവനാണ് ഒരു മനുഷ്യന്. കാരണം ഇവിടുത്തെ നിയമത്തിന് വിധേയമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അവന് ജീവൻ തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. ഏറ്റവും വലിയൊരു പുണ്യം. എങ്ങനെയായിരുന്നു അതിൻ്റെ? ഞാൻ ഒരുപാട് സോഷ്യൽ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ സംതൃപ്തി തന്നൊരു സംഭവമായിരുന്നു അത്. കാരണം പേഴ്സണലായിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്കതിന് വേണ്ടിയിട്ട്. ഇത് ഒരു 5 വർഷം മുന്നേ 2007 ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വരണം. ആദ്യം ഒരു ലെറ്റർ വന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ പേര് ഇന്നതാണ്, ഇന്ന ആളതാണ്, ഞാൻ 2.5 വർഷമായിട്ട് ഞാൻ ജയിലിലാണ്, എന്നെ തൂക്കി കൊല്ലാൻ വിധിച്ചിട്ടുള്ളതാണ്, എൻ്റെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുള്ളതാണ്. അപ്പോൾ അയാൾ എഴുതിയിരിക്കുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ മരിക്കാൻ തയ്യാറായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈടായിട്ട് ഇപ്പോൾ 2.5 വർഷമായല്ലോ, എനിക്ക് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എന്നെ സഹായിക്കാൻ പറ്റൂ. കരീം വെങ്കിടങ്ങിൻ്റെ പേര് എൻ്റെ ജയിലിൽ വന്ന വേറെ പാർട്ടിക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ അത് എഴുതുന്നത്. എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് ആ ഭാഷ ഉണ്ടല്ലോ മനസ്സിനെ വല്ലാണ്ടതാക്കിയപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ ചെയ്ത് ഇവിടുത്തെ എംബസിയെ കോൺടാക്ട് ചെയ്യാൻ. എന്നിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, അയാളെ ലെറ്റർ കൂടി വെച്ചിട്ട് എല്ലാ എംബസി ത്രൂ നമ്മളെ മിനിസ്റ്റേഴ്സിന്, പ്രധാനമന്ത്രിക്ക്, പ്രസിഡൻറ്റിന്, ചീഫ് മിനിസ്റ്റർ ഒക്കെ കൂടി നമ്മൾ ലെറ്റർ അയക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ റെസ്പോണ്ട് ചെയ്തവർ എല്ലാവരും ഇന്ത്യൻ എംബസി ത്രൂ കഴിയുന്നത്ര സഹായിക്കണം വേണ്ട കാര്യത്തിനുണ്ട്. അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുന്ന് ഞാൻ എംബസി കോൺടാക്ട് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ കമ്മിറ്റി ഉണ്ട്, കുമാറുണ്ട്, കുമാറാണ് ചീഫ്. ഞാനും കുമാറിൻ്റെ സംസാരിച്ചു, എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ വക്കീലായിട്ട് ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ആദ്യമായിട്ട് ഇവരുടെ അച്ഛനോ അമ്മയുടെ നിന്ന് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ അദ്ദേഹത്തെ ഈ കൊല്ലാൻ വിധിച്ചുള്ളതെന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുക എന്നുള്ള കെയർ ഓഫിൽ ഇവരുടെ മദറായിട്ട് കോൺടാക്ട് ചെയ്തു. ഈ കുട്ടിയുടെ അമ്മ നെവർ, എൻ്റെ മകളെ കൊന്നുള്ള അവൻ മരിച്ചോട്ടെ, ഒരു വിധത്തിലും തരാൻ പറ്റില്ല, ലെറ്റർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ നമ്മൾ രാഷ്ട്രീയ ശ്രമിച്ചു, ചീഫ് മിനിസ്റ്റർ ത്രൂ ശ്രമിച്ചു. പിന്നെ നമ്മൾ ലെനിൻ രാജേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടി പ്രവർത്തിച്ചത്. ലെനിൻ എൻ്റെ പേഴ്സണൽ ഫ്രണ്ടാണ്. പുള്ളി അവിടെ പോയിട്ട് അമ്മോട് ഒരുപാട് സംസാരിച്ചു, കുറേ ആൾക്കാരെ സംസാരിച്ചു. അപ്പോൾ കുറച്ച് രാഷ്ട്രീയം അതിൽ കടന്നു, ഏത് പാർട്ടിയെന്ന് പറയുന്നില്ല. കാരണം അങ്ങനെ അത് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി തന്നെ വേറെ അവിടുത്തെ MLA കൂട്ടി പോയി സംസാരിച്ച് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 15 ലക്ഷം റുപ്യ വേണം തരണം, നമ്മൾ സൈൻ ചെയ്ത് തരാമെന്നുള്ളൊരു മിഡിൽ ക്ലാസ് ആൾക്കാരെ കൂടിയിട്ട് സമ്മതിച്ചു. ഇവിടെ അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ ആരുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അവസാനം അങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഐ വിൽ പേ യു 700,000, 7 ലക്ഷം റുപ്യ തരാം, പറ്റും ചോദിക്കാതെ പറയുകയാണ്. ഞാൻ പറഞ്ഞു പൈസ ഉണ്ടാക്കുക, യെസ് 7 ലക്ഷം റുപ്യ ആരില്ലെങ്കിലും തന്നില്ലെങ്കിലും നമ്മൾ കൊടുക്കുന്നുള്ള കെയർ ഓഫ് തന്നെ. അപ്പോൾ അത് എഴുതി തരണം. അങ്ങനെ അത് സമ്മതിച്ചു. അവർ പറഞ്ഞു അത് എഴുതി തരണം, ഇങ്ങനെ ഗ്യാരണ്ടീഡ്. അപ്പോൾ ലെനിൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാരണ്ടീഡാണ്, എഴുതി തരുന്ന പരിപാടിയൊന്നുമില്ല, 100% യു വിൽ ഗെറ്റ് ഇറ്റ് എന്നുള്ള കെയർ ഓഫിൽ ലെറ്റർ തരികയുണ്ടായി. ലെറ്റർ തന്നു, ഞങ്ങളത് ഡൽഹിയിലേക്ക് പോയി അറ്റസ്റ്റ് ചെയ്തു, വന്നു സബ്മിറ്റ് ചെയ്തു. അപ്പോൾ
അപ്പീൽ കൊടുത്ത് നമ്മൾ കേസ് വെച്ചു. അതിങ്ങനെ കാലങ്ങൾ നടന്നുകൊണ്ട് വേണ്ട, അതൊരു 3 വർഷത്തെ കണ്ടിന്യൂസ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോടതി വിധിച്ചു, അതായത് ജീവപര്യന്തം തടവ്. അപ്പോൾ ജീവൻ 16 വർഷമാണ് ഉണ്ടെന്ന് പറഞ്ഞത്, 14 വർഷമാണ് ജീവന തടവ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവരണം. അതിന് ഞങ്ങൾ എന്താ പറയുക വെച്ചാൽ ഞങ്ങൾ വക്കീലൊക്കെ സംസാരിച്ച് ഇയാൾക്ക് മാനസികമായിട്ട് അസുഖമുള്ള ആളാണെന്നുള്ള തെളിയിപ്പിച്ചു ഞങ്ങൾ, മനസ്സിലായില്ലേ. അപ്പോൾ 4 വർഷം ആണ് പുള്ളിക്ക് പിന്നെ വിധിച്ചത് കോടതി. അപ്പോഴേക്കും ഇയാളെ 4 വർഷം കഴിഞ്ഞു. ആ വിധി മേടിച്ചുകൊടുന്ന് നെക്സ്റ്റ് ഡേ ടിക്കറ്റ് ഞങ്ങൾ പുള്ളിയെ നാടി പറഞ്ഞു വെച്ചു.